സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടക്കും. ഡിസംബർ 9-ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. ഡിസംബർ 11-ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെ രണ്ടാം ഘട്ട വോട്ടെടുപ്പും നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. രണ്ട് ഘട്ടമായിട്ടാണ് ഇത്തവണ പോളിംഗ് നടത്തുന്നത്. കഴിഞ്ഞ തവണ അത് മൂന്ന് ഘട്ടമായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 3 ഘട്ടമായിരുന്നു. ഇത്തവണ 2 ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 7 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൌണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18. അതാണ് 2 ഘട്ടങ്ങളായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അരുൺ, എന്തായാലും സമയം ഇനി വളരെ കുറച്ചാണ് മുന്നിലുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കൃത്യമായ തീയതികൾ ഏത് രീതിയിലാണ്? സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം 14-ാം തീയതി പുറപ്പെടുവിക്കും. തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചത്. നോട്ടിഫിക്കേഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തലും നവംബർ 14-നാണ്. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ നവംബർ 21 വെള്ളിയാഴ്ചയാണ്. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന 22-ാം തീയതി നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24-ആണ്. 2 ഘട്ടങ്ങളായി സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കും. കഴിഞ്ഞ തവണ കോവിഡ് പശ്ചാത്തലത്തിൽ 3 ഘട്ടമായിരുന്നു സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇത്തവണ അത് 2 ഘട്ടമായി ചുരുക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഡിസംബർ 9 ചൊവ്വാഴ്ചയാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ടം 1 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 11-ാം തീയതി തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നടക്കും. വോട്ടെണ്ണൽ നടക്കുന്നത് 13-ാം തീയതി ശനിയാഴ്ചയാണ്. 18-ന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളായി കഴിഞ്ഞു. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇനിയുള്ള സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. SIR-മായി ബന്ധപ്പെട്ട വോട്ട് ചേർക്കൽ പ്രക്രിയ, എന്യൂമറേഷൻ നടപടിക്രമങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കകളുണ്ടായിരുന്നു. ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. തുടക്കത്തിലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കമ്മീഷൻ. ഒരു തരത്തിലും ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടില്ല എന്ന ആത്മവിശ്വാസം കലർന്ന മറുപടിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുക്കങ്ങളുടെ സമയമാണ് ഇനി. കൃത്യം 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണം. വലിയ സാമ്പത്തിക ചെലവുള്ള തെരഞ്ഞെടുപ്പാകും സ്വാഭാവികം ഉണ്ടാകുക. അപ്പോഴും ഈ കമ്മീഷൻ വച്ചിട്ടുള്ള സാമ്പത്തിക ചെലവിന്റെ ഒരു പരിധിയുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മതിയാകില്ല എന്നവർ പൊതുവിൽ നിലപാടെടുക്കുന്നുമുണ്ട്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുപ്പിൽ തന്നെയാണ്. രാവിലെ CPM ജനറൽ സെക്രട്ടറി ME ബേബി അല്പസമയം മുമ്പ് KPC അധ്യക്ഷനും അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ മാധ്യമങ്ങളെ കണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പൂർണ്ണം സജ്ജരാണ് മുന്നണികളെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്പസമയത്ത് CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസും BJPയും പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇടതുമുന്നണിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മറ്റ് ചെറുകിട പാർട്ടികളും അതുപോലെ തന്നെ കൂട്ടായ്മകളും ഒക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി കഴിഞ്ഞു. ഇനിയുള്ള 4 ആഴ്ചക്കാലം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ്. പരമാവധി വോട്ട് നേടാനുള്ള മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ സ്വതന്ത്രന്മാരുടെയൊക്കെ ശ്രമങ്ങളാണ്. പലയിടത്തും റിബൽ ഭീഷണികൾ മുന്നണികൾക്ക് ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രഖ്യാപിക്കുമ്പോഴും പ്രഖ്യാപിക്കുന്നതിന് മുമ്പുമൊക്കെ റിബൽ ഭീഷണികളുണ്ട്. അവരെയൊക്കെ പിന്മാറ്റാനുള്ള ശ്രമങ്ങൾ ഇതിനകം രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളും മുന്നണി നേതൃത്വങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി 3 മുന്നണികളും കാണുന്ന തെരഞ്ഞെടുപ്പാണ്. ഇടതുമുന്നണി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മേൽക്കൈ ഇത്തവണയും ഉണ്ടാക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ക്ഷേമ പ്രഖ്യാപനങ്ങളും തന്നെയാണ് ഇടതുമുന്നണിയുടെ
ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. കോൺഗ്രസ് ആകട്ടെ ഒരു ഡ്രസ് റിഹേഴ്സലായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഇവിടെ മികച്ച പ്രകടനം ഉണ്ടായില്ല. കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസിന് വളരെ മോശം പ്രകടനമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ ആ സ്ഥിതി മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും 2 തവണ ഇടതുമുന്നണി തുടർച്ചയായി ഭരിക്കുമ്പോൾ അടുത്ത തവണയെങ്കിലും ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിൽ ആത്മവിശ്വാസം മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന്, UDF-ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു പ്രകടനം അനിവാര്യമാണ്. BJP ആകട്ടെ 2 മുന്നണികൾക്കും ബദൽ എന്ന തരത്തിലുള്ള രാഷ്ട്രീയ അവകാശവാദവുമാണ് രംഗത്തുള്ളത്. ആ രണ്ടുപേർക്കും കൊണ്ടുവരാൻ കഴിയാത്ത വികസനം കൊണ്ടുവരാൻ തങ്ങൾ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. 25% അടുത്ത് വോട്ട് വിഹിതം എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്, അവകാശവാദമാണ് BJPയുടെ ദേശീയ നേതാക്കളടക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ BJPക്കും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. 3 മുന്നണികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു പരീക്ഷണ ഘട്ടമാണ്, പരീക്ഷണശാലയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. പ്രാദേശിക വിഷയങ്ങളാണ് പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുള്ളത്. വ്യക്തിബന്ധങ്ങളാണ് പൊതുവിൽ വോട്ടായി മാറാറുള്ളത്. എങ്കിൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ വിലയിരുത്തലായി, സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു വിലയിരുത്തലായി ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് ഉറപ്പാണ്. അങ്ങനെ 3 മുന്നണികളും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ഇറങ്ങും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ള ഒരുക്കങ്ങൾ പൂർണ്ണ സജ്ജമാണ്. 70,000 പോലീസുകാരെയാണ് 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. അതുകൊണ്ടാണ് 2 ഘട്ടമായി ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2 ഘട്ടമായി ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. അശ്വതി. ശരി, VV അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്. നമുക്ക് കോട്ടയത്തേക്ക് പോകാം. അവിടെ നിന്ന് G. ശ്രീജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, കോട്ടയവും ആദ്യഘട്ടത്തിൽ പെടും. ഡിസംബർ 9-നാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടി വരിക. ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്? അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഏതുവരെ എത്തി? ചർച്ചകൾ തുടരുകയാണ് അശ്വതി. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്ക് മുന്നണികൾ നൽകുന്ന സൂചന. എന്തായാലും സംസ്ഥാനത്താകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് മാറും. അരുൺ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തൊട്ടടുത്ത മാസങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു അതുകൂടി മുൻനിർത്തിയുള്ള ഒരുക്കങ്ങൾ, വിജയം, നേട്ടമൊക്കെ കണ്ടുകൊണ്ടാണ് മുന്നണികൾ കളത്തിലിറങ്ങുന്നത്. അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനത്തോടെ ഇടതുമുന്നണി വലിയ നേട്ടമുണ്ടാക്കിയ ഒരു ജില്ലയാണ് കോട്ടയം. അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ 50 പഞ്ചായത്തുകൾ UDF ഭരിച്ചെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അടക്കം ബ്ലോക്ക് പഞ്ചായത്തിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ അവിടെ നേരെ തിരിച്ചാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ LDF-നുണ്ടായത്. 71-ൽ 51 പഞ്ചായത്തും ഇടതുമുന്നണി ഭരിക്കുന്ന നില വന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ 11-ൽ 10ഉം LDF, ജില്ലാ പഞ്ചായത്ത് ഭരണം LDF. അങ്ങനെ UDF-ന്റെ ഒരു പരമ്പരാഗത കോട്ടയായ ജില്ലയിൽ അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ മാറ്റത്തോടെ ഉണ്ടായ വലിയ ഒരു തിരിച്ചടിയാണ് UDF ഇത്തവണ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ പലതവണ മുന്നണിയിലേക്ക് ക്ഷണിച്ചെങ്കിലും അവർ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തവണ കോൺഗ്രസിന് കരുത്ത് തെളിയിക്കേണ്ട ഒരു ജില്ലയായി മാറുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാ ജനവിഭാഗങ്ങളുടെയും ഈ കേരള സംസ്ഥാനത്ത് കേരള സംസ്ഥാനങ്ങളുടെ ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ആരോഗ്യത്തിന്റെ തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ടതില്ല. ഇന്നത്തെയും വാർത്ത അതാണ്. വിദ്യാഭ്യാസ രംഗത്തെ നയരാഹിത്യം വളരെ വ്യക്തമാണ്. ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയം പ്രകടമാണ്. സാമ്പത്തിക കെടുകാര്യസ്ഥിതിയും സാമ്പത്തിക പ്രതിസന്ധിയും വളരെ വ്യക്തമാണ്. ഗവൺമെന്റ് അവസാന നാളുകളിൽ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് വന്നത് തെരഞ്ഞെടുപ്പിന്റെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിൽ ആത്മാർത്ഥതയുടെ കണിക പോലും ഇല്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളായി പ്രകടന പത്രികയിൽ പറഞ്ഞ ക്ഷേമ പെൻഷന്റെ വർധനവോ അല്ലെങ്കിൽ റബ്ബർ സബ്സിഡിയുടെ വർധനവോ നടപ്പിലാക്കാൻ 4.5 കൊല്ലക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്. ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ നിഷേധിച്ചവരാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അവസാന റൗണ്ടിൽ ഈ പ്രഖ്യാപനങ്ങളുമായിട്ട് വരുന്നത്. ആ പ്രഖ്യാപനങ്ങളിൽ തെല്ലെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ഇത് നടപ്പിലാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിന് പ്രതികരിക്കാനോ മറുപടി പറയാനോ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ശ്രീ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണിക്കാം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്.
13-ാം തീയതി വോട്ടെണ്ണൽ, തുടർന്നുള്ള ദിവസങ്ങളിൽ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ഥാനം ഏറ്റെടുത്ത് പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരാൻ പോവുകയാണ് ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും വ്യക്തമായ ധാരണയോടുകൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ശേഷം ഇടത് വലത് മുന്നണികളുടെ നേതാക്കളുടെ പ്രതികരണങ്ങളാണ് കണ്ടത്. എല്ലാ രീതിയിലും അവർ സജ്ജമാണ് എന്നാണ് പറഞ്ഞത്. ജി ശ്രീജിത്ത് കോട്ടയത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, പറഞ്ഞുകൊണ്ടിരുന്നത് അവിടുത്തെ തയ്യാറെടുപ്പുകളെ കുറിച്ചായിരുന്നു മുന്നണികൾ.